പരമ്പരാഗതമായി ക്രൂഡ് ഓയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യം കൂടിയ കമ്പനി കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. റഷ്യൻ ഇന്ധനം യുഎസിലേക്ക് കയറ്റുമതി നടത്തി റിലയൻസ് ഇൻഡസ്ട്രീസ് വലിയ ലാഭം നേടിയതായ തരത്തിലും റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവരികയുണ്ടായി. പക്ഷേ ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി റിലയൻസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മുതൽ വെനസ്വേല എന്ന രാജ്യത്ത് നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടതില്ല എന്ന സുപ്രധാന തീരുമാനമാണ് റിലയൻസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കമ്പനികൾക്ക് 25% തിരിവ് ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകി. ഇതേ തുടർന്നായിരുന്നു റിലയൻസിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല ഇനി മുതൽ വെനസ്വേലയിൽ നിന്നുള്ള പർച്ചേസുകൾ റിലയൻസ് അവസാനിപ്പിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി സംബന്ധിച്ച വിഷയത്തിൽ റിലയൻസിന് കഴിഞ്ഞ വർഷം യുഎസിൽ നിന്ന് ഇളവ് കാര്യമായി ലഭിക്കുകയും ചെയ്തിരുന്നു. കെപ്ലർ നൽകുന്ന ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ വെനസ്വേലയിൽ നിന്നും 6.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് റിലയൻസ് ഇറക്കുമതി പ്രധാനമായിട്ടും നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തു വന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി നടത്തുന്ന രാജ്യങ്ങൾക്ക് ഏപ്രിൽ 2 മുതൽ ഒരു സെക്കൻഡറി താരിഫ് ചുമത്തുമെന്നാണ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. മറ്റ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ കഴിഞ്ഞ വർഷം വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധനം നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് പകരമായി ഇടനിലയിലുള്ള വ്യാപാരങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും വാങ്ങിയിരുന്നത്. എന്നാൽ എളുപ്പത്തിൽ വിലക്കുറവിലും ലഭ്യമാകുന്ന റഷ്യൻ ഇന്ധനത്തിന്റെ സപ്ലൈയാണ് ഇടക്കാലയളവിൽ കൂടുതലും ഉയർന്നു നിന്നിരുന്നത്. റഷ്യയിൽ നിന്നും വൻതോതിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി റിലയൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, ഗ്യാസ് തുടങ്ങിയവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായിട്ടും പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇത് ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളെ ബാധിക്കുന്ന തീരുമാനം കൂടിയാണ്. മാത്രമല്ല ആഗോള വ്യാപാരത്തിൽ സങ്കീർണതകൾ സൃഷ്ടിക്കാനും താരിഫ് നടപടികൾ വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട്. വെനസ്വേല യുഎസിനോട് ശത്രുപരമായ സമീപനമാണ് കൈക്കൊണ്ടിരുന്നത്. മനഃപൂർവ്വം കുറ്റവാളികളെ യുഎസിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് വെനസ്വേലയിൽ നിന്ന് ഓയിൽ, ഗ്യാസ് എന്നിവ വാങ്ങുന്ന യുഎസിനോട് വ്യാപാരബന്ധമുള്ള രാജ്യങ്ങൾക്ക് 25% താരിഫ് ചുമത്തുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്.